യോഗാധ്യക്ഷൻ ഗോപാൽജി, ശങ്കരൻകുണ്ടി സാർ, ശ്രീ GK സുരേഷ് ബാബു, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, സോറി, ശ്രീ ശ്രീരാജ് എന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഈ പരിപാടി ബംഗ്ലാദേശിനെ കുറിച്ചുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചും അതിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യത്തെക്കുറിച്ചും അത് ഭാരതത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒക്കെ അറിവുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അതെല്ലാം വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശ്രീ GK സുരേഷ് ബാബു ഇത് പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളം ഇത് കണ്ട് എന്ത് പഠിക്കണം, കേരളത്തിലെ ഹിന്ദു സമൂഹം ഇത് കണ്ട് എന്ത് പഠിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ശ്രീ സുരേഷ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത രണ്ട് കാര്യം, ഓരോ സമരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്കും ഒരു ഇമേജ് ഉണ്ടാവാറുണ്ട്. ഇതിലെ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആലപ്പുഴയിൽ നടന്ന മറ്റേ PFI റാലിയിൽ ഒരു പയ്യനെ തോളത്ത് വെച്ച് നടക്കുന്ന ഒരാളുടെ ഇമേജ്, അത് കേരളത്തിൽ വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അവിലും മലരും കുന്തിരിക്കത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എക്സാക്റ്റ് റെപ്ലിക്കയാണ് ധാക്കയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ചുവപ്പിനകത്ത് പച്ച, പച്ചയ്ക്കകത്ത് ചുവപ്പെന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിമായിരുന്നു, ആവശ്യങ്ങളും സെയിമാണ്, എന്താണ് ചെയ്യുന്നത്, ആരാണ് ശത്രു എന്നുള്ളതും സെയിമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. അത് ശ്രീ സുരേഷ് അത് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. സുരേഷ് പറഞ്ഞു നമ്മൾ ഇസ്രയേലിനെ പോലെ നമ്മൾ ചെയ്യണം, നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, ശക്തമായി തിരിച്ചടിക്കണമെന്ന്. എന്തുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളുടെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ നമ്മളുടേതായ ഉള്ളിലുള്ള ഒരു വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മളൊന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങൾ എന്താണ്? ഈ ഭാരതം പോലെ ഒരു ബഹുസ്വര സമൂഹമാണെന്ന് നമ്മളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. എന്ത് ബഹുസ്വരമാണ്? 80% ഹിന്ദുക്കളാണ്, ഹിന്ദു സംസ്കാരമാണ്. ചൈനയുടെ സംസ്കാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ചൈന മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്രയും അവിരാമമായി 5000 വർഷം വേറെ ഏത് സംസ്കാരമുള്ളത്? അത് പൂർണ്ണമായും ഹിന്ദു സംസ്കാരമാണ്. ഹിന്ദു സംസ്കാരത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മളുടെ ജനജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളത്. എന്നിട്ടും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് ഇത് ബഹുസ്വരമാണ്. ആയിക്കോട്ടെ, ഈ ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിന് അല്പം സുരക്ഷയുണ്ട്. നമ്മൾക്ക് ഭരണത്തിൽ നമ്മൾക്ക് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമുക്ക് പങ്കുണ്ട്, നമ്മൾ പറയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് എന്താ പറയുക, ഒരു ലാക്സിറ്റി, നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളങ്ങ് റിലാക്സ്ഡ് ആകുകയാണ്. ഈ റിലാക്സേഷൻ അല്ലെങ്കിൽ ഈ മാനസികമായി ഒരു ദയാവായ്പ്, ശത്രുവിനോട് പോലും ഒരു ദയാവായ്പ്, ഇതൊക്കെ നമ്മളുടെ ഒരു ഹിന്ദു നേച്ചറിനകത്തുള്ളതാണ്. ഇസ്രായേലിന് അതില്ല, അല്ലെങ്കിൽ ജൂതന് അതില്ല. കാരണം അവൻ്റെ ജീവിതം അവനെ പഠിപ്പിച്ചത് മറ്റൊരു പാഠമാണ്. നമ്മളുടെ ഒരു വലിയ ഭൂരിപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭാരതത്തിൽ നമ്മളിങ്ങനെ നിലനിൽക്കുന്നത്. ഈ വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോട്ടെ, ഇതിൻ്റെ പകുതിയെ നമ്മളുള്ളെങ്കിൽ ഇന്ന് ഈ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളതിൻ്റെ ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ബംഗ്ലാദേശ് നമുക്ക് തരുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അറിവും തിരിച്ചറിവും രണ്ടാണ്, ഇല്ലേ? നോളേജ് ആൻഡ് റിയലൈസേഷൻ രണ്ടാണ്. നോളേജ് എല്ലാവർക്കും ഉണ്ടാവും, പല വിഷയങ്ങളെക്കുറിച്ചുണ്ടാവും. പക്ഷേ അതിൻ്റെ ബേസിസിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവായിരിക്കണം നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ആ തിരിച്ചറിവ് നമുക്കില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ചരിത്രത്തെക്കുറിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ഹിസ്റ്ററി ഈസ് വെയർ എസ്റ്റർഡേ മീറ്റ്സ് ടുഡേ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടുമാറോ എന്നാണ് പറയുക. ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലം വർത്തമാനകാലത്തെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ സന്ധിക്കുന്ന സ്ഥലമാണ്. എന്തിനു വേണ്ടിയാണ്? ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടി. ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടി ഭൂതകാലം വർത്തമാനകാലത്തെ സന്ധിക്കുന്ന സ്ഥലമാണ് ചരിത്രം. നമ്മൾ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുകയും വർത്തമാനകാലത്ത് അത് ഉൾക്കൊള്ളുകയും ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഭാവി ഇരുളടഞ്ഞതായിരിക്കുമെന്നാണ് അതിൻ്റെ സത്ത. അത് പഠിക്കാതെ പോയ ഒരു ജനതയാണ് നമ്മൾ എല്ലാ അർത്ഥത്തിലും. ഞാൻ തെറ്റു പറയല്ല, ശ്രീ സുരേഷ് ബാബു ഇവിടെ പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ റോയലാണ് എന്ന് ഞാൻ അങ്ങനെ ആരോടെയും പറയാറില്ല, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് ഞാൻ പറയാറില്ല. ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജൂതന്മാർ ഓരോരുത്തരെയും ശത്രുക്കളെ ഏത് നാട്ടിലും ഏത് പരിതസ്ഥിതിയിലും
പോയി കണ്ടുപിടിച്ച് കൊല്ലുന്ന കാര്യം, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയ ചരിത്രം നമുക്കറിയാം. ജൂതന് പോലും ഇപ്പോൾ ആ ഒരു ചെറിയൊരു റിലാക്സേഷൻ വന്നപ്പോഴേക്കും അവൻ്റെ വീട്ടിനകത്ത് കയറി ആക്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ നേരത്തെ അവരങ്ങനെ ആയിരുന്നില്ല. അവരുടെ അവിടെയും നമ്മളെപ്പോലെ തന്നെ വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സാണ് ഉള്ളത്. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, പല വിശ്വാസങ്ങൾ, പല രാഷ്ട്രീയ ബോധങ്ങളുള്ള ആൾക്കാരുണ്ട്, ബോധ്യങ്ങളുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആര് ഭരണത്തിൽ വന്നാലും ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന ആ ഏജൻസിയുടെ ഒരു പ്രവർത്തനത്തെയും തടസ്സപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാവില്ല. അവരുടെ തീരുമാനം അവരാണ് എടുക്കുന്നത്. അവരുടെ തീരുമാനത്തിനുള്ള ഒരു മാൻഡേറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാൻഡേറ്റ് വേറെ ഒന്നുമല്ല, ഇസ്രയേലിൻ്റെ ശത്രുക്കളെ തല പൊക്കാൻ അനുവദിക്കരുത്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എത്ര ഫണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ല. മനുഷ്യാവകാശ ലംഘനമെന്നൊക്കെ അന്യ രാജ്യങ്ങൾ വിളിച്ചു കൂവിയാലും ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ശത്രുവിനെ അടിച്ചമർത്തുക. ഇതാണ് മൊസാദിന് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ്. നമ്മുടെ ഇവിടെയോ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒസാമ ബിൻ ലാദനാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ വേണ്ട സകല കാര്യങ്ങളും നമ്മളുടെ ആൾക്കാർ ചെയ്തതാണ്. അയാൾ താമസിക്കുന്ന കറാച്ചിയിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ആർമി ഏരിയയ്ക്കകത്ത് അയാൾ പോകുന്ന ഇതൊക്കെ വർഷങ്ങളെടുക്കുന്ന പരിശീലനവും അല്ലെങ്കിൽ പരീക്ഷണങ്ങളുമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാളെ കൊല്ലാൻ വേണ്ടി എല്ലാം തയ്യാറായി. പല രാജ്യങ്ങളിൽ നിന്ന് പല പാസ്പോർട്ടുകളിൽ 3-4 പേര് ഒരു ടീം കറാച്ചിയിൽ എത്തിയതാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല. പല പാസ്പോർട്ടുകളിൽ പല രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നു, ഒരു സ്ഥലത്ത് സന്ധിക്കുന്നു, ഇവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇവർ അവിടെ നിന്ന് ഉച്ച സമയത്ത് ഈ ദാവൂദ് ഇബ്രാഹിം അടുത്ത മസ്ജിദിലേക്ക് പോകുന്ന സമയത്ത് ഇയാളെ വെടിവെക്കേണ്ട സ്പോട്ട് വരെ അവർ നിശ്ചയിച്ചതാണ്. എല്ലാമായി റെഡിയായി നിൽക്കുമ്പോൾ 3/4 മണിക്കൂർ മുമ്പാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കിട്ടുന്നത്, ഓപ്പറേഷൻ നിങ്ങൾ അബോർട്ട് ചെയ്യുകയാണ്. അബോർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഒത്തിരി അന്വേഷിച്ചു, എനിക്കത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആ നിർദ്ദേശം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അത് ചെയ്യില്ല. കാരണം എത്ര വർഷത്തെ എത്ര മാസങ്ങളുടെ പ്രിപ്പറേഷനാണ് ഇതെന്നറിയാം. എന്നിട്ട് ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പിന്നെന്താ കൊല്ലാഞ്ഞോന്ന് ചോദിച്ചാൽ, ഒരേ സ്ഥലത്ത് ഇതേപോലെ ഇയാൾ ഇത് എക്സ്പോസ്ഡ് ആയിപ്പോയി. അത് കഴിയുമ്പോൾ വീണ്ടും ഇയാളെ കൊല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം അയാളുടെ സെക്യൂരിറ്റിയൊക്കെ അപ്പോഴേക്കും മറ്റൊരു തലത്തിലേക്ക് മാറും. ഞാനീ പറഞ്ഞത് നമ്മൾക്ക് വളരെ ഡിസിസീവായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ എപ്പോഴും തലപൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മളുടെ ഒരു ഹിന്ദു ബോധം അത് നമ്മളുടെ ഒരു വീക്ക്നെസ് കൂടിയാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്. ആ അഗ്രസീവ്നെസ് കാണിക്കേണ്ടടുത്ത് നമ്മൾ കാണിക്കാറില്ല പലപ്പോഴും. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ പോകുന്ന ഒരല്പം വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ സംവാദം നടത്തുന്നത്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ഈ ഒരു വലിയ കൂരിരുട്ടിലും ഞാൻ ഇതിലൊരു 3 പോസിറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ 3 പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, തീർച്ചയായിട്ടും ഈ ടൂൾ കിറ്റ് സമരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടി ക്ലൈമാക്സ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച സമരങ്ങൾ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ബംഗ്ലാദേശ് സമരത്തിൻ്റെ ഒരു പ്രധാന ഗുണവശം. കാരണം ഇന്ത്യയിൽ 2-3 പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ട ഒരു സമരം അതേ സ്ക്രിപ്റ്റിൽ ഓടിയ സിനിമയാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത്. ഇത് നാളെ വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുവരാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും, ശ്രമം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് ഒരു ടൂൾ കിറ്റ് സമരമാണ്, ഇത് കൃത്യമായ പദ്ധതിയോടെ നടപ്പാക്കിയ സമരമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് ലോകത്തിന് ബോധ്യമായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പല ആൾക്കാരുമുണ്ട്, പല സംഘടനകളുണ്ട്, പല അച്ചുതണ്ടുകളുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ നിങ്ങളൊന്ന് നോക്കുക, ഇന്ത്യയിൽ ഈ സമരത്തെക്കുറിച്ചുള്ളത് ഞാൻ വരാം. ബംഗ്ലാദേശിലെ ഈ സമരം നിങ്ങളൊന്ന് നോക്കുക. ആദ്യം വളരെ ന്യായമെന്ന് തോന്നുന്ന ഒരാവശ്യം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിചാരത്തിനും ചിന്തയ്ക്കും വേണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. കേൾക്കുന്നവരെല്ലാം ഇത് വളരെ കറക്റ്റാണല്ലോ, ഈ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു.
അത് കഴിയുമ്പോൾ പെതുക്കെ ആ വിഷയത്തിൽ ഒരു സമരം തുടങ്ങുന്നു. മിക്കവാറും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിരിക്കും ആ സമരം തുടങ്ങുന്നത്. ആദ്യമൊക്കെ ചെറിയ അവിടെ ഇവിടെയും കൂട്ടായ്മകളുടെ സമരമായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് #, ക്യാമ്പയിൻസ് നടത്തുന്നു. ഇത് ഒരു ലെവൽ അങ്ങോട്ട് മൊമെൻ്റമായി കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം വരും, അല്ലെങ്കിൽ പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ സർക്കാർ പ്രതികരിക്കും. ആ പ്രതികരണം കിട്ടുന്ന സമയത്ത് ഈ സമരം നേരെ വയലൻ്റായി മാറുന്നു. വലിയ തോതിൽ വയലൻസ് നടക്കുന്നു, അക്രമം ഉണ്ടാക്കുന്നു. ഈ കുട്ടികൾ അക്രമം ഉണ്ടാക്കുമ്പോൾ സർക്കാരിന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. സർക്കാർ തിരിച്ചടിക്കുമ്പോൾ രക്തസാക്ഷികളെയാണ് ഇവർക്ക് വേണ്ടത്. കൃത്യമായി രക്തസാക്ഷികൾ സപ്ലൈ ചെയ്യപ്പെടുന്നു. ഈ രക്തസാക്ഷികളെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമരം വിജയിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ സമരത്തിൻ്റെ സ്പീഡും രീതികളും മാറുകയാണ്, വലിയ തോതിൽ മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, സമരം ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിന് ചില മുഖങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടും. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ നബീദ് ഇസ്ലാം എന്ന് പറയുന്ന ആരും കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഈ സമരത്തിൻ്റെ ഫേസായിട്ട് മാറി. #, ക്യാമ്പയിനുകളിലൊക്കെ സമരത്തിന് വലിയ തോതിലുള്ള പോസ്റ്ററുകൾ, വലിയ തോതിലുള്ള സ്ലോഗൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു. കൂട്ടത്തിൽ ഈ സമരത്തിന് കൃത്യമായിട്ട് ഒരു ഫേസിനെ കൊണ്ടുവരുന്നു. ബംഗ്ലാദേശിൽ ഒരു ഫേസ് അല്ല, അത് കഴിഞ്ഞപ്പോൾ അത് മുഹമ്മദ് യൂനസിലേക്കും കൂടി മാറി. ഇങ്ങനെ ഒരു സമരം ഈ വലിയ കൊലപാതകങ്ങളും വലിയ രക്തസാക്ഷികളുടെയൊക്കെ പേര് പറഞ്ഞ് ഈ സമരം അങ്ങോട്ട് ഇങ്ങനെ അവസാനം ഇത് അട്ടർ കാവോസിലേക്ക് വഴുതി വീഴും. കാവോസ് ആവുമ്പോൾ വലിയ തോതിലുള്ള അസ്ഥിരതയായി കഴിയുമ്പോൾ ആൾക്കാർ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കും, മറ്റു കാര്യങ്ങളെല്ലാം നടക്കും. അവസാനം ഭരണ നേതൃത്വം മാറുകയും ചെയ്യും. ഇത് വളരെ കൃത്യമായി പ്ലാൻഡായിട്ടുള്ള ഒരു നാടകമാണ്. നാടകം ഇൻ ദ സെൻസ് അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഈ സമരത്തെ നേരെ എടുത്ത് കർഷക സമരവുമായിട്ടോ anti-CAA സമരവുമായിട്ടോ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ഇതേ കാര്യങ്ങൾ അവിടെയും ഉണ്ട്. ആദ്യം ആവശ്യം, ഇപ്പോൾ ബംഗ്ലാദേശിലെ ആവശ്യം വളരെ ന്യായമായ ആവശ്യമായിരുന്നു. കുട്ടികളുടെ 30% റിസർവേഷൻ കൊടുത്തത് അതെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അതെടുത്ത് കളയണം. ഇത് ശരിക്കും ഷെയ്ഖ് ഹസീനയുടെ ആവശ്യം അതുതന്നെയായിരുന്നു. 2018 അവരെടുത്ത് കളഞ്ഞതാണ്. എന്നിട്ട് കോടതിയിൽ പോയിട്ടാണ് ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. ഹസീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് ഈ സമരക്കാർക്ക് അറിയില്ലേ? പക്ഷേ ആ സമരം വളരെ കൃത്യമായിട്ട്, ഞാൻ ഇതിനിടെ പറയാൻ ഒരു പോയിന്റ് വിട്ടുപോയത് ഞാൻ പറയാം. ഈ സമരത്തിനിടയിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഭരണാധികാരിയെ മാറ്റുക എന്നുള്ള ആവശ്യം കൂടെ വരും. ഭരണാധികാരി ഏകാധിപതിയാണ്, രാജ്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ള വ്യാപകമായ ക്യാമ്പയിൻ അതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായി. അവരുടെ കയ്യിലിരിപ്പുണ്ട് കുറേ കാര്യങ്ങൾ, അത് വേറെ. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായി അങ്ങനെ ഒരു ക്യാമ്പയിൻ. അതേ സാധനമല്ലേ ഇവിടെ നടന്നത് ഫാമേഴ്സ് നമ്മളുടെ കർഷക സമരത്തിൽ. കർഷകർ സമരം എന്ന് പറയുമ്പോൾ മണ്ഡി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പക്ഷേ ഈ മണ്ഡി വിൽപ്പന എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. അത് ഞങ്ങൾക്കത് തടയാൻ പറ്റില്ല, പഞ്ചാബിൻ്റെ എക്കോണമി തകരുമെന്നൊക്കെ പറഞ്ഞ് കർഷകരെ വൻതോതിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവരെ സമരരംഗത്തിറക്കിയത്. അവസാനം സമരരംഗത്തിറക്കി ഒരു ലെവൽ കഴിഞ്ഞു, വലിയ തോതിൽ #, ക്യാമ്പയിൻ നടക്കുന്നു, ഇൻ്റർനാഷണൽ സപ്പോർട്ട് ലഭിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമൃത്പാൽ സിംഗ് എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ നിർത്തുന്നു. അവൻ ഭിന്ദ്രൻവാലയുടെ അവതാരമാണ് എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു. അമൃത്പാൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ അവതാരമാണ്, രണ്ടാമത്തെ അവതാരമാണ്. അമൃത്പാൽ സിംഗ് കിട്ടുന്ന എല്ലാ ഇൻ്റർനാഷണൽ മീഡിയയിലും നാഷണൽ മീഡിയയിലും മോദി ഏകാധിപതിയാണ്, മോദി ഭരണഘടനയെ അട്ടിമറിക്കാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു. ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ വിദേശ ഏജൻസികളോട് പറയുന്നു. ഈ തരത്തിൽ അമൃത്പാൽ സിംഗ് അത് കഴിഞ്ഞിട്ട് റെഡ് ഫോർട്ടിൽ ദേശീയ പതാക താഴെ ഇട്ടിട്ട് ഇവന്മാരുടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തി. അന്ന് അവർ പ്രതീക്ഷിച്ചത് വൻതോതിലുള്ള അക്രമമാണ്. അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ തിരിച്ചടിക്കുക, രക്തസാക്ഷികൾ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷേ നമ്മുടെ എന്തുകൊണ്ടോ മോദി സർക്കാരിന് അതിൻ്റെ കൃത്യമായ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ
മോദി ആ സമരത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്ത്. അദ്ദേഹം ഫാമേഴ്സ് ഒരിക്കലും ചെയ്തിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിയമങ്ങളും അദ്ദേഹം മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരടി പിന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്ത് വളരെ പെട്ടെന്ന് ആ സമരം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തണുപ്പിക്കാനോ ശ്രമിച്ചു. എന്നിട്ടും ആ സമരം തണുത്തോ? ഇല്ല. ഇപ്പം ബംഗ്ലാദേശിൽ സുപ്രീം കോടതിയുടെ ഈ റിസർവേഷൻ ഇഷ്യൂ സുപ്രീം കോടതി 6 ദിവസം കഴിഞ്ഞപ്പോൾ അത് എടുത്തു മാറ്റി. എന്നിട്ടും ആ സമരം തീർന്നോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ നടന്നത്. ട്രാക്ടറുകളൊക്കെ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ട്രാക്ടറുകളൊക്കെ പാറ്റൺ ടാങ്ക് പോലെ വെൽഡ് ചെയ്ത് അകത്തേക്ക് പോലീസിൻ്റെ ലാത്തിയോ പോലീസിൻ്റെ കല്ലേറോ ഒന്നും വരാത്ത രീതിയിൽ ട്രാക്ടറുകളെ ഏതാണ്ട് പാറ്റൺ ടാങ്ക് പോലൊക്കെ ആക്കിയാണ് ഇവിടെ കർഷകർ സമരം ചെയ്ത്. ഏത് കർഷകനാണ് ഇങ്ങനെ പാറ്റൺ ടാങ്ക് പോലെ ട്രാക്ടറുകളെ മാറ്റുന്നത്? ഇതൊക്കെ വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡാണ്. അമൃത്പാൽ സിംഗ് ഇറക്കുമതിയാണ്. അപ്പോൾ ഇത് ഭാരതത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഒന്നാമത്തെ ഒരു ഉദാഹരണമല്ല. ആൻറ്റി CAA പ്രൊട്ടസ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല, സമയക്കുറവുകൊണ്ട്. ഇതിനൊക്കെ മുമ്പ് വേറൊരെണ്ണം നടന്നിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഓർക്കും. ജല്ലിക്കെട്ട് സമരം 2017 മറീന ബീച്ചിൽ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് ജല്ലിക്കെട്ട് സമരം നടന്നപ്പോൾ ആ സമരം യഥാർത്ഥത്തിൽ സ്പോണ്ടേനിയസ് ആയിരുന്നു. അത് ജല്ലിക്കെട്ട് നമ്മളുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ്, നിലനിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാർ ചേർന്നപ്പോൾ അതിനിടയിൽ ഇവരുടെ ആൾക്കാർ നുഴഞ്ഞു കയറി അത് മോദിക്കെതിരെയാക്കാൻ ഒരു ശ്രമം നടത്തിയത് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. US കോൺസുലേറ്റിലെ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരൊക്കെ ഈ സമരക്കാരുമായി ബന്ധപ്പെടുന്നു എന്ന് അന്ന് തന്നെ വാർത്തകൾ വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ പോലും മറിച്ചിടാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു സത്യമാണ്. അത് ആണ് ഭാരതത്തിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ അവസ്ഥ ലോകത്തിന് മനസ്സിലായി എന്നുള്ളതാണ് രണ്ടാമത്തെ നല്ല പോയിൻ്റ് എന്ന് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിലെ ഹിന്ദുക്കൾ, പഞ്ചാബാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബ്രണ്ട് എടുത്തത് ഈ ഡിവിഷൻ്റെ. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോയ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ. അവരുടെ ദുരിതം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 1903 ബംഗാൾ ഡിവിഷൻ മുതൽ 47 പാർട്ടീഷൻ തൊട്ട് പിന്നെ 71 വാറ്, ഈ സമയത്തെല്ലാം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ്. ഞാൻ ഈ ഇൻ്റലിജൻസിലായിരുന്നപ്പോൾ 4 വർഷത്തോളം ഞാൻ നോർത്ത് ഈസ്റ്റിൽ ജോലി ചെയ്ത ആളാണ്. അസാമിലും ബംഗാൾ ആ ബോർഡറിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അന്ന് പല ആൾക്കാരെ എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് ജോലിക്ക് വരുന്ന ഒരു ആളുണ്ടായി. 92 ആ കാലഘട്ടത്തിലാണ്. ഒരു സ്ത്രീ, വളരെ മെല്ലിച്ച് ഉണങ്ങി പട്ടിണി കോലം എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയും അവരുടെ ഒരു നെൽക്കതിര് പോലെ ഇത്രയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയും, ഇവർ രണ്ടുപേരും കൂടെ വരുന്നത്. ഇവർ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല, വേറെ ഒന്നും എന്താ പറയുന്നത്, ഒരക്ഷരം മിണ്ടത്തില്ല. അവർക്ക് ബംഗാളി അല്ലാതെ വേറൊന്നും അറിയില്ല. അപ്പോൾ ഒരു ദിവസം പതിവില്ലാതെ ഇവർ എൻ്റെ അടുക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു, എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു ശമ്പള കൂടുതൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, 25 രൂപയാണ് അവർക്ക് ശമ്പളം കൊടുത്തിരുന്നത്. 5 രൂപയുടെ എക്സ്ട്രാ വേണം എന്ന് പറയാനാണ് അവരെന്നോട് ശ്രമിക്കുന്നത്. അതായത് 30 രൂപ അടുത്ത മാസം തൊട്ട് തരണം എനിക്ക്. ബംഗ്ലാദേശി ഹിന്ദുവാണ് ആ സ്ത്രീ. 1990 ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഭാരതത്തിലേക്ക് ഓടിക്കേറിയ ആളാണ്. ഞാൻ പിന്നീട് അവരുടെ ഭർത്താവിനെ അന്വേഷിച്ചു പോയി, അങ്ങേരെ കണ്ടു, സംസാരിച്ചു. അന്ന് 1980 മുതൽ 90 വരെ ബംഗ്ലാദേശി ഹിന്ദുക്കൾ അവിടെ നേരിട്ട കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു അന്തവും ഇല്ല. നമുക്കാർക്കും അതറിയില്ല, നമ്മളാരും അതറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം കൊണ്ടും കൂടെ ആയിരിക്കാം. അന്ന് ആ കലാപത്തിൽ ഓടി വന്ന ആളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സുരേഷ് പറഞ്ഞു. ഞാൻ ആ പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ആ പേര് ഞാൻ പറയാം. ഷെയ്ഖ് ഹസീനയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഏകാധിപത്യ സ്വഭാവം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ദേശീയവാദിയായിരുന്നു. അവർക്ക് നാഷണൽ ഇൻട്രസ്റ്റ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട. അവർ യഥാർത്ഥത്തിൽ അവരുടെ ഭരണകാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഏറ്റവും കൂടുതൽ നടപടിയെടുത്ത ഒരു സ്ത്രീയാണ് അവർ.
ബംഗ്ലാദേശിലെ ചില കോടതികളും അങ്ങനെ ശക്തമായി നടപടിയെടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. അയാളുടെ മേലിലുള്ള കുറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. 50 പേരെയാണ് അയാൾ കൊന്നുകളഞ്ഞ്, 50 ഹിന്ദുക്കളെയാണ് അയാൾ കൊന്നുകളഞ്ഞ് ഒരൊറ്റ സംഭവത്തിൽ. ആ മനുഷ്യൻ നേരിട്ട് ഹിന്ദുക്കളുടെ ഭൂമിയും സ്വത്തും തട്ടിപ്പറിക്കുന്നു എന്നുള്ളതായിരുന്നു അയാളുടെ പേരിലുള്ള രണ്ടാമത്തെ കുറ്റം. മൂന്നാമത്തെ കുറ്റം ഫോഴ്സ്ഡ് കൺവേർഷൻ. ഈ 3 കുറ്റങ്ങളിലും അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. വൻതോതിൽ വലിയ കലാപങ്ങളുണ്ടായി. 50 ഹിന്ദു ക്ഷേത്രങ്ങൾ ചിറ്റഗോങ് മേഖലയിൽ മാത്രം നശിപ്പിക്കപ്പെട്ടു. 150ഓളം വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചു. പിന്നെ ബംഗ്ലാദേശിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു വെസ്റ്റഡ് പ്രോപ്പർട്ടി ആക്ട് എന്നും പറഞ്ഞ് വളരെ ഡ്രാക്കോണിയനായിട്ടുള്ള ഒരു ലോ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളുടെ ഭൂമി നിരന്തരം, അതായത് ഒരു കലാപമുണ്ടായി ഒരുത്തൻ 10 ദിവസത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് പോയാൽ തിരിച്ചയാൾ വരുമ്പോൾ അയാളുടെ ഭൂമിയും സ്വത്തും വല്ലവനും എടുത്തിട്ടുണ്ടാവും. മിക്കവാറും പള്ളിയാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം കയറി താമസിക്കുകയായിരിക്കും. ഇങ്ങനെ സകല രീതിയിലും ഈ 47 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള അക്രമങ്ങളുടെ കാര്യം പറയുന്നത്. 80 തൊട്ട് 90 വരെയുള്ള ആ 10 വർഷം ഭീകരമായിരുന്നു. അതിനുശേഷവും നിരവധി ആക്രമണങ്ങൾ, ഇതിന് ശേഷം 2007 ഒക്കെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാവപ്പെട്ടവരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ബംഗ്ലാദേശിലുണ്ടായിരുന്ന വിദ്യാഭ്യാസവും സാമൂഹിക വ്യവസ്ഥയിൽ അല്പം ഉയർന്നു നിൽക്കുന്നവരും ഒക്കെ ഇന്ത്യയിലേക്ക് വന്നു. അവിടെ ബാക്കി കിടക്കുന്നത് പാവപ്പെട്ട ദളിത് ഹിന്ദുക്കളാണ്. അവരുടെ മേലാണ് ഈ കുതിര കയറുന്നത്. എല്ലാ അർത്ഥത്തിലും ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ മോശമാണ് അവിടെ. അതിന് ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ കൊടുക്കാൻ ഈ സംഭവങ്ങൾ ഒരു കാരണമായി. ഇതാണ് ഞാൻ രണ്ടാമത്തെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു പ്രൊഫസറുടെ, അയാൾ സാധാരണഗതിയിൽ എല്ലാ അർത്ഥത്തിലും ഇത് പറയുന്ന ആളാണ്, ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളാണ്. ഒരു ബാനർജി എന്നോ മറ്റോ ആണ് അങ്ങേരുടെ പേര്. ഞാൻ എഴുതിയിട്ടായിരുന്നു, പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ അങ്ങേര് പറയാണ്, അങ്ങേര് ഇവിടെ അസാംകാരനാണ്. അയാൾ മുംബൈ IITയിൽ PhD സാറാണ്. അയാളിപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ എൻ്റെ രാജ്യം എത്ര മഹത്തരമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ധാക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഐ ആം സേഫ് നൗ. ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ബിലവഡ് ഈസ് മൈ കൺട്രി എന്നയാൾ എഴുതിയിരിക്കുക. അപ്പോൾ ഇവനൊക്കെ തലയ്ക്ക് ബോധം ഉദിക്കണമെങ്കിൽ അന്യ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. മൂന്നാമത്തെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. അത് സുരേഷ് ചേട്ടനും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. ഒരു പക്ഷേ ഈ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഈ ക്രൈസിസ് സൗത്ത് ഏഷ്യയിൽ തന്നെ നമ്മൾക്കൊരു ഗുണകരമായ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം ബംഗ്ലാദേശ് ഹാസ് ഗോൺ ടു ഡോഗ്സ്. ഒരു ഉറപ്പ് പറയാം, ബംഗ്ലാദേശിൽ ഇനിയും കുറേ കാലം രാഷ്ട്രീയ അസ്ഥിരതയും വലിയ തോതിൽ അക്രമവും നടക്കാൻ പോവുകയാണ്. കാരണം ഒരു വശത്ത് അമേരിക്കയുണ്ട്, ജോർജ് സോറോസ് ഉണ്ട്, മുഹമ്മദ് യൂനിസിനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ റോക്ക്ഫെൽ ഫൗണ്ടേഷനും ഫോർഡ് ഫൗണ്ടേഷനും അതിൻ്റെയൊക്കെ പിന്നിൽ CIA ഉണ്ട്. ഇവരാണ് ബംഗ്ലാദേശ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ചൈന കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പോകുന്നില്ല. ചൈനയും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ വാറിനിടയിൽ ഇന്ത്യ സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് വളരെ കറക്റ്റാണ്, കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതി. കാരണം സിറ്റുവേഷൻ അത്ര ഫ്ലൂയിഡ് ആയതുകൊണ്ട്. പക്ഷേ ആ സിറ്റുവേഷനിൽ ചൈന ഇനിയും ഭാരതത്തിനെതിരെ ഈ അവസ്ഥയിൽ വലിയ അതിക്രമങ്ങൾക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വാദം വരുന്നുണ്ട്. അത് ഒരു പക്ഷേ അത് ശരിയാണെങ്കിൽ അത് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുടെ പേര് ബിശ്വപ്രസൂൻ ചാറ്റർജി എന്നാണ്. അദ്ദേഹം IIT മുംബൈയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയോ മറ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാണക്യൻ വളരെ വർഷങ്ങൾ മുമ്പ് ഇല്ലേ 3000 BC-യിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ 4 അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണമെന്നാണ് പറയുക. 1 ഇൻറ്റേർണൽ ത്രെഡ്സ്, 2 എക്സ്റ്റേണൽ ത്രെഡ്സ്, 3 ഇൻറ്റേർണലി ഇൻഫ്ലുവൻസ്ഡ് എക്സ്റ്റേണൽ ത്രെഡ് ആൻഡ് എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് ഇൻറ്റേർണൽ ത്രെഡ്സ്. ഈ 4 കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും അവരുടെ നിലനിൽപ്പിന് നോക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടും ഇങ്ങനെ തീയും
പുകയും ഒക്കെ ഉയരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ നിൽക്കണം. അതിൻ്റെ ആവശ്യകത ഒന്നുകൂടി ഊന്നി പറയുന്നതാണ് ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ. നമസ്കാരം. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.